വലിയൊരു സ്ഥാപനത്തിന്റെ സിഇഒ ആണ്. പക്ഷെ പറഞ്ഞിട്ടെന്താ, അല്പം പോലും ശ്രദ്ധയും ബോധവും ഇല്ല. അത് നിനക്ക് വെറുതെ തോന്നുന്നതാ. മുക്തം മിടുക്കിയായതുകൊണ്ടല്ലേ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾ തന്നെ മുക്തയെ പ്രപ്പോസ് ചെയ്തത്. എന്തായിരുന്നു ആ പയ്യന്റെ പേര്? ചിന്നുനോട് തന്നെ ചോദിക്കും. ചിന്നു പറഞ്ഞു കൊടുക്ക്. പറഞ്ഞു കൊടുക്കുമോളെ. അരവിന്ദ്. അരവിന്ദ് കാണാൻ നല്ല മിടുക്കനായിരിക്കും അല്ലേ? അതൊന്നും എനിക്കറിയില്ല. ചിന്നുനോട് തന്നെ ചോദിച്ചാ മതി. മിടുക്കനായിരിക്കും. അതുകൊണ്ടല്ലേ മുക്തയ്ക്ക് ഇഷ്ടപ്പെട്ടത്. കാണാൻ ഏകദേശം ആരെ പോലെയാ? കൈലാഷിനെ പോലെയാണോ? കൈലാഷിന്റെ അത്രയും ഉയരമുണ്ടോ മോളെ? ഏകദേശം. കൈലാഷിന്റെ വണ്ണവും നിറവും ഒക്കെ ഉണ്ടോ? ഇല്ല. കൈലാഷ് കാണാൻ ജെന്റിൽമാൻ അല്ലേ? അരവിന്ദും അങ്ങനെയാണോ? അല്ല. ഓരോരുത്തരുടെയും കണ്ണിൽ സൗന്ദര്യം ഓരോ തരത്തിലാണ് ഭൂമിക. ചിന്നുന്റെ കണ്ണില് കൈലാസിനേക്കാൾ സുന്ദരൻ അരവിന്ദ. അതുകൊണ്ടല്ലേ ഇവൾക്ക് അരവിന്ദിനെ ഇഷ്ടപ്പെട്ടത്. അതെന്തായാലും ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യം. അയ്യോ, സംസാരിച്ചു നിന്ന് സമയം പോയതറിഞ്ഞില്ല. ഭൂമിക, ഞാൻ ഇറങ്ങാം. എൻഗേജ്മെന്റിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് സത്യ വരില്ലേ? വരും. എല്ലാവരെയും നേരിട്ട് ഇൻവൈറ്റ് ചെയ്യണ്ടേ? ശരി ശരി മോളെ. എന്താ മമ്മി? പാറുവിനോട് യാത്ര പറഞ്ഞില്ല. അവള് റൂമിലല്ലേ ഭൂമിക? ഉണ്ട്. ചിന്നു വാ. മമ്മി തിരിച്ചു പോയെന്ന് ഞാൻ അവളോട് പറഞ്ഞോളാം. മമ്മി പോയിക്കോ. അത് പറ്റില്ല. എനിക്ക് അവളോട് നേരിട്ട് യാത്ര പറയണം. വരാനല്ലേ പറഞ്ഞത്? പാറു. മാഡം വരൂ. ഇരിക്കൂ മാഡം. എനിക്ക് ഇരിക്കാൻ സമയമില്ല പാറു. ഞാൻ തിരിച്ചു പോവുക. പാറുവിനോട് യാത്ര പറയാനാ ഞാൻ വന്നത്. ഇവിടെ കുറച്ചു ദിവസം നിൽക്കാനല്ലേ വന്നത്? എന്നിട്ട് ഇത്ര വേഗം തിരിച്ചു പോവാണോ? മമ്മി എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് ചിന്നുവിനോട് നേരിട്ട് പറയാനാ ഞാൻ വന്നത്. പറഞ്ഞു. കേട്ടപ്പോ ചിന്നുവിന് വളരെ സന്തോഷായി. അത് കണ്ടപ്പോ എന്റെ മനസ്സ് നിറഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കണം. അതിന് ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. പാറു എന്താ വല്ലാതെ? ഒരു ഉന്മേഷമില്ലല്ലോ. ആകെ തളർന്നതുപോലെ. മാഡം പറഞ്ഞത് ശരിയാ. എനിക്ക് നല്ല തളർച്ചയും ക്ഷീണവും ഉണ്ട്. ശരീരമാകെ ഇടിച്ചു നുറുക്കിയതുപോലുള്ള വേദനയുണ്ട്. എന്തു പറ്റിയതാ? അറിയില്ല മാഡം. കസേരകളിയും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു ചിന്നു പറഞ്ഞു. ശരീരം മറന്ന് തകർത്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ബോഡി പെയിൻ. ഇല്ല മാഡം, കസേരകളിൽ മാത്രമേ ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. അപ്പോഴൊന്നും എനിക്ക് മേലുവേദന ഉണ്ടായിരുന്നില്ല. കുറെ കഴിഞ്ഞപ്പോ തല കറങ്ങുന്ന പോലെ തോന്നി. കൈയും കാലൊക്കെ കുഴയുന്ന പോലെയും തോന്നി. എന്ത് പറ്റിയതാണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിന്നു, മുഴുവൻ സമയവും നീ അവിടെ ഉണ്ടായിരുന്നില്ലേ? പാറുവിന് എന്തായിരിക്കും സംഭവിച്ചത്? നിനക്കെന്താ തോന്നുന്നേ? മമ്മി, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴാ ഞാൻ അറിയുന്നേ. ഇതിലെന്തോ അസ്വാഭാവികത ഉണ്ടല്ലോ. മമ്മിയുടെ വക്കീൽ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നത്.
അവിടെ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ആ, വയറ്റി പിടിക്കാത്ത എന്തെങ്കിലും എടുത്ത് ആവശ്യത്തിലധികം കഴിച്ചിട്ടുണ്ടാവും. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലും മരുന്ന് വാങ്ങി കഴിച്ചാലേ അതങ്ങ് മാറിക്കോളും. ആ, മമ്മിക്ക് ലേറ്റ് ആവുന്നില്ലേ? എനിക്ക് നിന്നെ ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. ചിന്നുവിന്റെ കൂടെ ഒരു ദിവസം നീ വീട്ടിലേക്ക് വരണം. ചിന്നു, ഇനി നീ വീട്ടിലേക്ക് വരുമ്പോ പാറുവിനെ കൊണ്ട് വരണം. ഞാൻ ഇറങ്ങുക പാറു. പാറുവിനെ കണ്ടാലറിയാം നല്ല ബോഡി പെയിനും ക്ഷീണവും ഉണ്ട്. തനിച്ചാക്കണ്ട, നീ അവളുടെ കൂടെ നിൽക്കേ, ഞാൻ പോയിക്കോളാം. ആ പിന്നെ ഞാൻ പറഞ്ഞത് നീ മറന്നിട്ടില്ലല്ലോ? ഞാൻ ഈ ടൗൺ കടക്കുന്നതിന് മുൻപ് അത് കിട്ടിയെന്ന് നീ എന്നെ വിളിച്ചു പറഞ്ഞിരിക്കണം. എവിടുന്നാ എങ്ങനെയാ എന്നൊന്നും എനിക്കറിയണ്ട. ഇതാരുടെ ആയിരിക്കും? സ്വർണം തന്നെയാ? ഗാർമെന്റ്സിൽ ആരുടെയെങ്കിലും ആണോ എന്ന് ചോദിച്ചു നോക്കാം. അല്ലെങ്കിൽ വേണ്ട, സ്വർണം ആയതുകൊണ്ട് എന്റേതാന്ന് എല്ലാരും കള്ളം പറഞ്ഞാലോ? ഉടമസ്ഥന് അന്വേഷിച്ച് വരുമ്പോ കൊടുക്കാം. ആന്റി പോയോ? പോയി. എൻഗേജ്മെന്റിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വീണ്ടും വരുമെന്ന് പറഞ്ഞാ പോയിരിക്കുന്നത്. അരവിന്ദിനെ കെട്ടാൻ തന്നെ നീ തീരുമാനിച്ചോ? അതിലും ഭേദം കഴുത്തിലൊരു കല്ലും കെട്ടി കടലിലേക്കെടുത്ത് ചാടുന്നതാ. ആന്റി ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് അരവിന്ദിനെ ഇഷ്ടമില്ലാന്ന് അങ്ങ് തുറന്നു പറയുന്നതല്ലേ നല്ലത്? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, മമ്മി എന്ത് തീരുമാനിച്ചാലും ഓക്കെ പറയലാണ് എന്റെ പതിവ്. നീ ആ പതിവും വെച്ചോണ്ടിരുന്ന നിനക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളുടെ കൂടെ നിന്റെ ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കേണ്ടി വരും. എന്ത് ബോറായിരിക്കും അത്? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അരവിന്ദിന്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം കടലിൽ ചാടി ചാവുന്നതാ നല്ലതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ മറന്നുപോയോ? നീ എന്തൊക്കെയാടി പറയുന്നേ? ആന്റിയെ ധിക്കരിക്കുകയില്ല, അരവിന്ദിനെ കെട്ടുകയില്ല. രണ്ടും കൂടി എങ്ങനെ നടക്കും? അതിനുള്ള വഴി നീ തന്നെയല്ലേ എനിക്ക് പറഞ്ഞു തന്നത്. എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് കൈലാഷ് മമ്മിയോട് പറഞ്ഞ അരവിന്ദിനെ മമ്മി തന്നെ പിന്തിരിപ്പിക്കുമെന്ന്. ആ പ്ലാൻ ചീറ്റിപ്പോയില്ലേ? അവന് പാർവതിയാണ് ഇഷ്ടമെന്ന് അവൻ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? ചതിയും തട്ടിപ്പും ഒന്നും അറിയാത്ത നാട്ടിൻ പുറത്തുനിന്ന് വന്ന ഒരു നാടൻ പെണ്ണ്. അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിട്ടാ അവള് കൈലാഷിന്റെ മനസ്സിൽ കയറി പറ്റിയത്. അത് അവളുടെ വെറും അഭിനയമായിരുന്നു എന്നും അവളുടെ കയ്യിൽ എല്ലാ വൃത്തികേടുകളും ഉണ്ടെന്നും കൈലാഷിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞ അവളെ അവൻ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും, ആ സ്ഥാനത്ത് എന്നെ പിടിച്ചിരുത്തുകയും ചെയ്യും.